നമസ്കാരം. അവധിയുടെ ആഘോഷത്തിലായിരുന്നു ലോകമെങ്ങും. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തെ വരവേൽക്കാൻ നാടെങ്ങും ഒരുങ്ങി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ കഴിഞ്ഞു, ഇനി പുതുവത്സരാഘോഷത്തിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ആഘോഷത്തിനൊപ്പം തന്നെ വലിയ മുൻകരുതലുകൾ വേണം. ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് റോഡ് ഗതാഗത നിയമങ്ങളടക്കം, പൊതുനിരത്തിൽ പാലിക്കേണ്ട മര്യാദകളടക്കം, അപകടങ്ങൾ ഒഴിവാക്കേണ്ട സാഹചര്യം, അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും വലിയ വിഷമമുണ്ടാക്കുന്ന വാർത്ത പ്രവാസികൾക്കും മലയാളികൾക്കും കേരളീയർക്കും ഒരുപോലെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പോയ ദിവസം പ്രവാസ ലോകത്ത് നിന്നും വന്നത്. ക്രിസ്മസ് അവധിക്ക് ദുബായിലെത്തിയ 2 മലയാളി വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വലിയൊരു ദാരുണാന്ത്യം തന്നെയാണ് ഉണ്ടായത്. ആ വാഹനാപകടത്തിൽ 2 മലയാളി വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം ഉണ്ടായത്. ബുധനാഴ്ച രാവിലെ ദുബായ് അബുദാബി റോഡിൽ ജബൽ അലിക്ക് അടുത്താണ് അപകടമുണ്ടായത്. ക്രിസ്മസ് ദിനത്തിലുണ്ടായ ആ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് നാട്. പട്ടാമ്പി സ്വദേശി രോഹിത് കൃഷ്ണകുമാർ, തിരുവനന്തപുരം സ്വദേശി ശരത് കുമാർ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇരുവരും നേരത്തെ ദുബായ് DPSൽ സഹപാഠികളായിരുന്നു. അപകടത്തിൽ 2 പേരും തൽക്ഷണം മരിച്ചു. ദുബായിലെ പഠനത്തിന് ശേഷം വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോയ ഇരുവരും ക്രിസ്മസ് അവധിക്ക് ദുബായിലുള്ള രക്ഷിതാക്കളുടെ അടുത്തേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് നാടിനെയും വീട്ടുകാരെയും നടുക്കിക്കൊണ്ടുള്ള വലിയൊരു ദാരുണാന്ത്യം ഉണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ രോഹിത്തിനെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവിടാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം. ശരത്ത് അമേരിക്കയിലും രോഹിത് UK-യിലുമാണ് ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വേരുകളുള്ള ഈ പ്രവാസി കുടുംബം വളരെ നാളുകളായി ദുബായിലുണ്ട്. മാതാപിതാക്കൾ ദുബായിലാണ്. ഇപ്പോൾ ഉപരിപഠനത്തിനായി അമേരിക്കയിലും UK-യിലുമുള്ള ഈ കുട്ടികൾ, പ്രത്യേകിച്ചും നേരത്തെ അവർ സഹപാഠികളായിരുന്നു. ഒരേ മനസ്സോടെ ജീവിച്ച 2 സഹപാഠികളുടെ വേർപാടിൽ ഞെട്ടലിലാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒരു സമൂഹവുമുള്ളത്. പ്രത്യേകിച്ചും 2 പേർക്കും കേരളത്തിലുള്ള വേരുകൾ. കഴിഞ്ഞ ദിവസം അവധി ആഘോഷത്തിന് ദുബായിൽ നിന്നും നാട്ടിലേക്ക് ഇരുവരും വരാനിരിക്കുകയായിരുന്നു. ഏതായാലും വേദനയുടെ ദിനങ്ങളാണ് പ്രവാസ ലോകത്ത് നിന്നും. പ്രത്യേകിച്ചും ആഘോഷത്തിനിടെയുള്ള ഈ ദുരന്തമാണ് പ്രവാസികളെ ഇപ്പോൾ നടുക്കിയിരിക്കുന്നത്.